നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനും ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക് എക്സാം, അതായത് 2026 ഏപ്രിലെ എക്സാം. ഈ തിരുവനന്തപുരം, കോഴിക്കോട്, അതുപോലെ തന്നെ നമ്മുടെ എറണാകുളം, ഈ 3 ജില്ലകളിലായിരിക്കും പരീക്ഷാ കേന്ദ്രം ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NIOS 2025 ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതിയിട്ടുള്ള +2 വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഇന്നലെ NS ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലെ. അപ്പൊ നിങ്ങളുടെ റിസൾട്ട് ഇനി ആരെങ്കിലും ചെക്ക് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ റിസൾട്ട് നോക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റിസൾട്ട് നോക്കിയ സമയത്ത് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വിഷയത്തിന് പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇനി അടുത്തത് എന്ത് എന്നുള്ളതായിരിക്കും. അപ്പൊ ആ ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയ ബാച്ചിലേക്ക് നമ്മുടെ NIOSന്റെ 10ാം ക്ലാസ്സും അതുപോലെ തന്നെ +2 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻസ് നമ്മുടെ LBയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ജോയിൻ ചെയ്യുന്ന താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലോകത്ത് എവിടെയുള്ളവർക്ക് നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ നിങ്ങളുടെ മുടങ്ങിപ്പോയ 10ാം ക്ലാസ്സും +2 ഒക്കെ കരസ്ഥമാക്കാൻ സാധിക്കും. ഇവിടെ പ്രായപരിധിയോ കാര്യങ്ങളൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും 10ാം ക്ലാസ്സും +2 എഴുതിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ റിസൾട്ടില് പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ എങ്ങനെയാണ് നമ്മൾ എഴുതിയെടുക്കുക, ഇതാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് 2 പരീക്ഷകളാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനും ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക് എക്സാം, അതായത് 2026 ഏപ്രിലെ എക്സാം. ഈ 2 പരീക്ഷകളിൽ ഏത് പരീക്ഷ വേണം എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓൺ ഡിമാൻഡ് പരീക്ഷ എഴുതാനായിട്ട് നിങ്ങൾ അത് സേ ആയിട്ട് എഴുതുന്ന കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ എഴുതിയെടുക്കുന്നതിന്റെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും വിഷയത്തിന് നിങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ സീറ്റ് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. അപ്പൊ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ജനുവരി, അതായത് ഈ മാസം, ഫെബ്രുവരി, മാർച്ച്, ഈ 3 മാസങ്ങളിലാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടത്തപ്പെടുന്നത്. നമ്മൾ പരീക്ഷാ കേന്ദ്രം എന്ന് പറയുന്നത് എല്ലാ ജില്ലയിലും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. തിരുവനന്തപുരം, കോഴിക്കോട്, അതുപോലെ തന്നെ നമ്മുടെ എറണാകുളം, ഈ 3 ജില്ലകളിലായിരിക്കും പരീക്ഷാ കേന്ദ്രം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സീറ്റ് ബുക്ക് ചെയ്യുന്നു. ഇപ്പൊ ജനുവരിയിലെ ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ജനുവരിയിലെ ഡേറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഫെബ്രുവരിയിലെ ഡേറ്റ് വേണമെങ്കിൽ ഫെബ്രുവരി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. മാർച്ച് വേണമെങ്കിൽ മാർച്ചിലെ ഡേറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ പരീക്ഷ എഴുതുന്നു. മനസ്സിലായല്ലോ. അപ്പോൾ ഒന്നെങ്കിൽ ആ പരീക്ഷയിലൂടെ നിങ്ങൾക്ക് പരാജയപ്പെട്ടു പോയ വിഷയം എഴുതിയെടുക്കാൻ സാധിക്കും. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, മലയാളം വിഷയം നിങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ മലയാളം ഈ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്തൊരു പരീക്ഷ എന്ന് പറയുന്നത് ഓൺ ഡിമാൻഡ് മാറ്റിയിട്ട് നമ്മുടെ പബ്ലിക് എക്സാം ആണ്, അതായത് 2026 ഏപ്രിൽ ബാച്ചിലെ എക്സാം. അപ്പോൾ ചില വിദ്യാർത്ഥികൾ എനിക്ക് നന്നായിട്ട് പഠിക്കണം, നല്ലൊരു മാർക്ക്, ഇനി അടുത്ത പരീക്ഷയ്ക്ക് ഇങ്ങനെ നല്ലൊരു മാർക്ക് എനിക്ക് സ്കോർ ചെയ്യണം എന്ന ചിന്തയിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ 2026 ഏപ്രിലെ പരീക്ഷ വരാൻ പോവുകയാണ്. അപ്പൊ ആ 2026 ഏപ്രിലെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിന് പരീക്ഷ ഫീസ് അടയ്ക്കുന്ന സമയം ആയിട്ടില്ല. പരീക്ഷ ഫീസിന്റെ നോട്ടിഫിക്കേഷൻ വരും. അന്നേരം വന്നു കഴിയുമ്പോൾ നമുക്ക് പരീക്ഷ ഫീസ് അടച്ച് ഏപ്രിലെ പരീക്ഷ എഴുതണം എന്നുണ്ടെങ്കിൽ, ഏപ്രിലാണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏപ്രിൽ മാസത്തിലെ പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇവിടെ നമുക്ക് പേടിക്കാനൊന്നുമില്ല. നമ്മുടെ എല്ലാ ജില്ലയിലും നമുക്ക് പരീക്ഷാ കേന്ദ്രമുണ്ട്. സാധാരണ നമ്മൾ ഈ ഒക്ടോബറിലെ പരീക്ഷ എഴുതിയത് എങ്ങനെയാണോ അതേപോലെ തന്നെ നമുക്ക് ഏപ്രിലെ പരീക്ഷ എഴുതാൻ സാധിക്കും. ഇവിടെ ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ ചിലപ്പം ലീവ് ഒക്കെ എടുത്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ വേറെ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ജോലി ചെയ്യുക, അല്ലെങ്കിൽ ചിലർ പ്രൊമോഷന്റെ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഈ വർഷം തന്നെ എന്തെങ്കിലുമൊക്കെ ജോലിയുടെ ബേസ് ചെയ്തിട്ട്, അതല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വേറെ ഏതെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാനൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെ ഒക്കെ മനസ്സിൽ ഇത് പാസ്സായി കഴിഞ്ഞ് ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടായിരിക്കും മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്തെങ്കിലും നിർഭാഗ്യവശാല് ചിലപ്പോൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടില്ല, മൊത്തത്തിൽ ഒരു ടെൻഷൻ വരും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒന്നെങ്കിൽ നമുക്ക് ഈ ഓൺ ഡിമാൻഡ് കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ, അത് ഇപ്പോൾ ഒക്കെ അപ്ലൈ ചെയ്യേണ്ട സമയമാണ് കേട്ടോ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിൽ അത് എഴുതാം. അല്ലെങ്കിൽ പബ്ലിക് എക്സാം വരാൻ പോകുന്ന ഏപ്രിലെ പരീക്ഷ എഴുതാം. അപ്പൊ ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഈ ഓൺ ഡിമാൻഡ് ആണെങ്കിലും ഏപ്രിലെ പരീക്ഷയാണെങ്കിലും എന്താണോ നിങ്ങൾക്ക് ഹെൽപ്പ് വേണ്ടത് അത് നമ്മളെ കോൺടാക്ട് ചെയ്യുക, നമ്മൾ ഇവിടുന്ന് ചെയ്തു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ട്യൂഷൻ ക്ലാസ്സുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ LBയിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ ഇവിടുന്ന് ഹെൽപ്പും കാര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് അപ്ലൈ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ ഞാനായിട്ട് ഇവിടുന്ന് ചെയ്തു തരാം. ഏപ്രിലെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനായിട്ട് അതും ചെയ്തു തരുന്നതായിരിക്കും. ഇനി ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ ഇവിടെ നോക്കിയാക്കി തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എങ്ങനെ വേണമെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. അപ്പൊ അത് നിങ്ങൾ തീരുമാനിച്ചിട്ട്
നിങ്ങളുടെ തീരുമാനം നല്ല രീതിയിലാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്തായാലും തീരുമാനങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കുക. അത് അറിയിക്കേണ്ട നമ്പറാണ് താഴെ കാണിച്ചിരിക്കുന്നത്. ഈ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഫ്രീ ആകുന്ന സമയത്ത് നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യാം. പിന്നെ ഫെയിൽ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അത് കറക്റ്റ് ആ സബ്ജക്റ്റ് ഒക്കെ ഒന്ന് പറഞ്ഞേക്കണം. ഏത് സബ്ജക്റ്റാണ് നിങ്ങൾ പരാജയപ്പെട്ടു പോയത്, നിങ്ങൾ ഏത് എക്സാം ആണ് എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ഇടുവാണെങ്കിൽ ഒന്ന് പറയണമെങ്കിൽ നമുക്കത് കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്ത് തരാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ നമുക്ക് എഴുതിയെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്നും കൊണ്ട് ടെൻഷൻ ആവേണ്ട, ആരും അറിയാൻ പോകുന്നില്ല. ഇപ്പോഴൊക്കെ പരീക്ഷകൾ നടക്കുകയാണ്. നമുക്ക് ഏത് എക്സാം എഴുതണം, ഏത് ഡേറ്റ് വേണം എന്നൊക്കെ ഉള്ളത് നമുക്ക് തന്നെ ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിർത്തുന്നു. എന്നെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.